നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഇവരേക്കാൾ വലിയൊരാൾ സംഗീതത്തിന്റെ രാജാവാണ്. അന്തരീക്ഷത്തിൽ എവിടെയോ ഒരു ശക്തിയുണ്ട്. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് ഒരുപാട് നാള് മുന്നേ ഇറങ്ങിയിട്ടുള്ള നമ്മുടെ ലാലേട്ടന്റെ ആ സമയത്ത് അധികം ആരും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള മൂവിയാണ് ദേവദൂതൻ. പക്ഷേ കാലങ്ങൾക്ക് ശേഷം കുറേ അധികം നമ്മൾ അതിനെ ശ്രദ്ധിച്ചു അപ്പോഴാണ് മനസ്സിലായത് ഇറ്റ് വാസ് വണ്ടർ ആയിരുന്നു. കാരണം സിബി മലയിൽ നിന്ന് ഡയറക്ടർ എടുക്കുന്ന ലാലേട്ടൻ കോമ്പിനേഷനിൽ വരുമ്പോൾ എല്ലാരും എക്സ്പെക്ട് ചെയ്യുന്ന ഭരതം അല്ലെങ്കിൽ നമ്മളെ ഹിസൈനസ് അബ്ദുള്ള അങ്ങനെയുള്ള പടങ്ങളായിരിക്കും അല്ലെ. കാരണം ആ ഒരു സ്റ്റൈലാണല്ലോ അദ്ദേഹം എടുത്തോണ്ടിരുന്നത്. നമ്മളെ കിരീടം എനിക്ക് തോന്നുന്നു അദ്ദേഹം തന്നെയാന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു സ്റ്റൈലാണ്. അപ്പൊ അതിന്റെ അകത്ത് ഇത് മാറുമ്പോ ഭയങ്കര ഡിഫറെന്റ് അല്ലേ. എസ്പെഷ്യലി ലൈക്ക് ഈ ഒരു മൂവി കണ്ടത് എന്ന് പറയുന്നത് അതിനകത്തെ പാട്ട് കേട്ടിട്ടാണ്. കേരള നീ കൈപിടിച്ചാൽ പാട്ട് കേട്ടിട്ടാണ് ശരിക്കും ഞാൻ ഈ പടം കാണുന്നത്. പക്ഷെ ആ പടം കണ്ട സമയത്താണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഒരു 2 days ഐ വാസ് ഇൻ ഷോക്ക്. ആ പ്രായത്തിലുണ്ടോ ഞാൻ ചെറുതായിരുന്നു 2 days. കാരണം എന്ന് വെച്ചാൽ എസ്പെഷ്യലി അത് പോകുന്ന ഇനീഷ്യലി ഒന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ എൻഡിലോട്ട് അടുക്കുന്ന സമയത്ത് ആ ഒരു മൂവി നമുക്ക് തരുന്ന ഒരു വൈബ് ഉണ്ട്. ദാറ്റ് ഈസ് സംതിങ് അൺഡിസ്ക്രൈബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു എക്സ്ട്രാ ഒരു ഡിഫറെന്റ് നമ്മള് എന്താ പറയാ ആ ഒരു അലീന പ്ലസ് ദാറ്റ് പേഴ്സൺ എനിക്ക് പേര് മറന്നുപോയി. രണ്ടുപേരുടെയും ആ ഒരു സംഭവങ്ങളും കുറെ അധികം ചിന്തിക്കാനുള്ള ഒരു സംഭവം. നമ്മൾ ശരിക്കും ഇപ്പൊ ഒരു ഹൊറർ മൂവി കാണുമ്പോഴാണ് നമ്മൾ കുറച്ചു നേരത്തേക്ക് അങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഹൊറർ ആണോന്ന് വെച്ചാല് ഹൊറർ അല്ല, പക്ഷെ ഒരു ഹൊറർ പോലെ സംഭവം വേറെ ലെവൽ ഐറ്റം അങ്ങനെ തന്നെ പറയാം. അതായത് ഒരു മാസ്റ്റർ പീസ് സംഭവം അൺറെക്കഗ്നൈസ് ആയിട്ട് ആ ടൈമിൽ ഇറങ്ങിയത്. പക്ഷെ ദാറ്റ് വാസ് എ ബ്രില്യന്റ് കാലം തെറ്റി ഇറങ്ങിയിട്ടുള്ള പടം എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് മച്ച് നീഡഡ് റീ റിലീസ്. അതുകൊണ്ട് തന്നെയാണ് പടം ആ സമയത്ത് ഹിറ്റ് ആവുന്നത്. കാരണം എല്ലാരും എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലല്ല ഈ സിനിമയുള്ളത്. 2 days ഓൺലി ദേവദൂതനിൽ ആ പ്രാവുകളും ഞാൻ അത്രയും പ്രായമുള്ളൂ. പക്ഷെ സ്റ്റിൽ ഭയങ്കര ഒരു ഇമ്പാക്ട് ആയിരുന്നു ഉണ്ടായിരുന്നു. ആ പ്രാവുകളും ലൈക്ക് ഓക്കെ എങ്ങനെ മരിച്ചു, അയ്യോ ഇത് മരിക്കണ്ടായിരുന്നല്ലോ, ഓക്കെ അങ്ങനത്തെ ഉള്ള കുറെ സംഭവങ്ങൾ. ആ സിനിമയുടെ പ്രത്യേകത റിപ്പീറ്റ് വാച്ചിനുള്ള വാല്യൂ ഉള്ള സിനിമയാണ്. കാരണം നമുക്ക് ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ കുറച്ച് വർഷം കഴിഞ്ഞ് പിന്നീട് കാണുമ്പോൾ അഗെയിൻ ആ ഫ്രഷ്നെസ് ഉണ്ടാവും. ലാബിൽ ആ ഒരു സാധനം ഉണ്ട്. സോ ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് ലൈക്ക് നമ്മളൊരു 9th ആവുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുണ്ടാവുമല്ലോ, വി വിൽ ബി ഹാവിംഗ് എ സയൻസ് ലാബ്. സോ ഇൻ ദാറ്റ് അവിടെ നമ്മൾക്ക് ഇതുപോലൊരു സ്കെൽട്ടൺ ഉണ്ടാവും. അപ്പൊ നമുക്കൊരു ഭയങ്കര ഒരു ഇല്ലേ നമുക്കൊരു പേടിയാണ് ശരിക്കും. എനിക്ക് ആ ഒരു സ്കെൽട്ടൺ ലാബിൽ കാണുന്ന സമയത്ത് ഓടി വരുന്ന ഒരു ഇതെന്ന് പറയുന്ന ഈ ഒരു മൂവി തന്നെയാണ് ശരിക്കും. അതിനകത്ത് കാണിക്കുന്ന പെട്ടെന്ന് ഇങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ മടക്കുന്ന ഒരു സാധനം വരില്ലേ, ഓ അതൊക്കെ എന്ന് പറയുന്ന വേറെ ലെവൽ സാധനമായിരുന്നു ആ സമയത്ത്. ഇപ്പോഴുള്ള എന്താ പറയാ കിഡ്സിനൊക്കെ അത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ നമ്മളുടെ ആ ടൈമിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ്. പക്ഷെ എല്ലാവർക്കും അത് ദാറ്റ് ഇസ് നോട്ട് കപ്പ് ഓഫ് ടീ ഓഫ് മെനി പീപ്പിൾ. പക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഒരു ചിന്തിക്കാനൊക്കെ ഉള്ള ഒരു ബിക്കോസ് ആ ടൈമിൽ ആളുകൾക്ക് അധികം ചിന്തിക്കണ്ടല്ലോ. എക്സാക്ട്ലി ലൈക്ക് സ്ഫടികത്തിന്റെ അകത്തും ആ ഒരു കുറെ മാസ് എലമെന്റ്സ് ഉണ്ടെങ്കിലും അതിന്റെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു മെസ്സേജ് ഉണ്ട്. ഭയങ്കരമായിട്ടുള്ള മെസ്സേജ് ഉണ്ട്. അപ്പൊ ആ മെസ്സേജ് സാധനം ശരിക്കും കൺവേ ആയെന്ന് വെച്ചാൽ അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ അത് റീമാസ്റ്റർ ചെയ്ത് ഇപ്പൊ ഇറക്കിയ സമയത്ത് ഭയങ്കരമായിട്ട് ഹിറ്റ് ആയത്. സോ ഈ സിനിമക്കും അതേ ഒരു സംഭവം ഉണ്ട്. കാരണം ഹിറ്റ് ആവാനുള്ള എല്ലാ എലമെന്റും ഉണ്ട് ഈ സിനിമയിൽ രണ്ടാമത് ഇറക്കി കഴിഞ്ഞാൽ. കാരണം എനിക്കൊന്ന് പണ്ട് മിസ്സായവർക്കൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടാൻ പറ്റുന്ന ഒരു സിനിമയാണ് അല്ലെ. കാരണം തിയേറ്റർ എക്സ്പീരിയൻസിനുള്ള വർത്തിനുള്ള സാധനം ഉണ്ട്. അപ്പൊ നമുക്ക് നല്ല ഒരു 4K റീമാസ്റ്റർ ആയിട്ടുള്ള ട്രെയിലർ കണ്ടു നോക്കാം. പടം എപ്പോഴാണ് റിലീസ് ചെയ്യുന്ന അറിയില്ല. റിലീസ് കണ്ടുനോക്കാം. റെഡി അല്ലേ? ഇവന്ന് എന്റെ സിയാദ് കോക്കർ ആണെന്ന് ആ സമയത്ത് പ്രൊഡ്യൂസർ. കോക്കർ അതെ കോക്കേഴ്സ് എന്റർടൈൻമെന്റ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അറിയാത്ത ഒന്നും ഇവിടെ വിശാൽ കൃഷ്ണമൂർത്തിയുടെ വരവോടുകൂടി പല അതിശയങ്ങളും സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഇവരേക്കാൾ വലിയൊരാൾ നമ്മൾ ആഗ്രഹിച്ചു. ഇദ്ദേഹം നമുക്ക് വേണ്ടി വന്നു. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ എന്നോട് അതിനെ ഞങ്ങൾ വിളിച്ചത് അത് വായിക്കാം. വടക്കുന്ന ഒരാൾ വന്നു. മഹേഷ്
ഒരുതരം deep passion. ഇന്നും ആ ശബ്ദസ്വരമണികളിൽ തുടച്ചു വെച്ച് മാഡം അയാളെ കാത്തിരിക്കുന്നുവെന്ന് ദേവാച്ചൻ നന്നായിട്ട് അദ്ദേഹം കാണുന്നതായി ഓ മുരളിയുടെ റോള്. അവന്റെ സ്നേഹത്തിനും അവൻ നൽകിയ സംഗീതത്തിനും എന്തോ ഒരു വശ്യശക്തിയുണ്ട്. ഓ എന്ത് നേടുമ്പോഴും വിദ്യാസാഗർ കാണിച്ചു തരുന്ന ആരോ ഒരാൾ എന്റെ മുന്നിലുണ്ട് എന്ന് എനിക്ക് എപ്പോഴും തോന്നാം. മ്യൂസിക് ഓഫ് സംഗീതത്തിന്റെ രാജാവാണ്. സംഗീതത്തിന്റെ രാജാവാണ്. ഓ ഈ അന്തരീക്ഷത്തിൽ എവിടെയോ ഒരു ശക്തിയുണ്ട്. ആ ശക്തിക്ക് ഓ എന്താ ആരോടോ എന്തോ പറയാനുണ്ട്. Somebody wants to say something to someone. അല്ലേ? Somebody wanted to say something to someone. രഘുനാഥ് പലേരി റൈറ്റർ. അതാ ഒരു 4K ചെയ്തപ്പം കിട്ടുന്നുണ്ട് കേട്ടോ. മ്യൂസിക് ഞാൻ പാട്ട് മറന്നു പറയാൻ വേണ്ടിട്ട്. ദ മ്യൂസിക് പാർട്ട് വാസ് ലൈക്ക് സോ ബെസ്റ്റ്. ഔട്ട് ഓഫ് ദ വേൾഡ്. അങ്ങനത്തെ ഒരു ഡിവൈൻ ഫീൽ ആണ്. ബിക്കോസ് ദ മ്യൂസിക് വാസ് ഓൾമോസ്റ്റ് ലൈക്ക് ഇറ്റ്സ് എ മ്യൂസിക് ഓഫ് ഹോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു മൂവിയിലും ശരിക്കും ഒരു പ്രതീക്ഷയിലല്ലേ ഇരിക്കുന്നത്. അപ്പൊ അതൊരു മ്യൂസിക്കിൽ അങ്ങനെയാണ് ഭയങ്കര ഒരു പ്രതീക്ഷയുള്ള, അല്ലെങ്കിൽ മ്യൂസിക് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു പ്രാവ് ഇങ്ങനെ ചിറകടിച്ച് പോകുന്ന ഒരു ഫീലാണ് ആ മ്യൂസിക്കിനുള്ള. പ്രത്യേകിച്ച് ആ ഒരു നമ്മൾ ലാസ്റ്റ് കേൾക്കുന്ന ഒരു മ്യൂസിക് ഇല്ല, നമ്മളെ ഇതിന്റെ അലീന അല്ലാണ്ട് മറ്റേ മ്യൂസിക് ഉണ്ടല്ലോ, എന്തരോ ആ സോങ്ങിന്റെ ആ ഒരു വരുന്ന സമയത്ത് പക്ക ഒരു മ്യൂസിക്കൽ ഫീല് ഭയങ്കരമായിട്ട്. ആ ഒരു ഡയലോഗ് തന്നെ ഉണ്ട്, ലാലേട്ടൻ ആ ഡയലോഗ് ആണല്ലേ, എന്തായിരുന്നു, രാജാവ്, മ്യൂസിക്കിന്റെ രാജാവ്. അത് കറക്റ്റ് വിദ്യാസാഗറിന് അവിടെ എഡിറ്റിംഗിൽ എഴുതി കാണിച്ചപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. കറക്റ്റ്. കാരണം വിദ്യാസാഗറിന് എനിക്ക് തോന്നുന്നു എപ്പോഴും നമ്മള് അദ്ദേഹത്തിന്റെ, വിദ്യാസാഗർ മാസ്റ്റർ എന്ന് തന്നെ വിളിക്കണം. കാരണം അദ്ദേഹത്തിന്റെ പാട്ടുകൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ ഫേവറേറ്റ് പ്ലേലിസ്റ്റിൽ ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു സൃഷ്ടിനെ എഗെയിൻ ഒരാൾക്കും സൃഷ്ടിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ദേവദൂതൻ എന്ന് പറയുന്ന ആ ഒരു മൂവിയുടെ ആ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വുഡ് ബി നോബഡി ക്യാൻ ആക്ച്വലി, എന്താ പറയാ, നമുക്കത് പറ്റില്ല. അങ്ങനത്തെ ഒരു മൂവിയാണ്. എനിക്ക് തോന്നുന്നത് ദേവദൂതൻ എന്ന് പറയുന്ന മൂവി കണ്ടതിന് ശേഷം അതുപോലെ ഒരു ഫീല് തരുന്ന ഒരു മൂവി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ വുഡ് ബി നോ. അതായത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ മലയാളത്തിലെ എവർഗ്രീൻ ഇങ്ങനത്തെ ഒരു ഹോറിഫൈഡ് ആയിട്ടുള്ള മൂവീസിൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള മൂവീസിൽ നമുക്ക് എപ്പോഴും ഏറ്റവും ഇഷ്ടപ്പെട്ട 2 മൂവീസ് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് മണിച്ചിത്രത്താഴും ഒന്ന് ദേവദൂതനായിരിക്കും. പക്ഷേ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്നത് വേറെ, പക്ഷെ അതും മാസ്റ്റർ പീസാണ്. രണ്ട് മാസ്റ്റർ പീസുകളാണ്. ഇതേ ഫീല് വരുന്നത് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ആ ഒരു കഴിഞ്ഞ് നമ്മൾ ഈ ഒരു മൂവി കണ്ടു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. ദാറ്റ് ഫീൽ ഇസ് എന്താ പറയാ, അതിന് ആ ഫീല് പറയാൻ പറ്റില്ല. അതുമാതിരി ഒരു സംഭവമാണ് ശരിക്കും. ആരായിരുന്നു ശരിക്കും ഡയറക്ടർ? അദ്ദേഹത്തിന്റെ മൂവീസ് എനിക്ക് അറിയില്ല. സാറിന്റെ കുറെ പടങ്ങളുണ്ട്. ഇപ്പൊ ഒരുപാട് പടങ്ങളുണ്ട്. പടത്തിന്റെ പേര് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഞാൻ പണ്ടാണ് കൂടുതലും അദ്ദേഹത്തിന്റെ പടങ്ങൾ പണ്ട് പടം കാണുമ്പോൾ ഡയറക്ടറിന്റെ പേരോ നോക്കില്ലല്ലോ, ഇപ്പോഴല്ലേ നമ്മൾ നോക്കാൻ തുടങ്ങിയത്. സോ ദാറ്റ് വാസ് ലൈക്ക് ആ ഒരു മ്യൂസിക്കും ആ ഒരു എല്ലാ സംഭവങ്ങളും അടിപൊളിയായിരുന്നു. പക്ഷെ ആ സമയത്ത് അധികം ആർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പടം. അതാണ് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല, ചിലപ്പോൾ കാലഘട്ടം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ ശരിക്കും ഇതൊക്കെ മുന്നേ റിലീസ് ചെയ്യേണ്ടതാണ്, ചെയ്തിട്ടുണ്ടോ നമുക്കറിയില്ല. പക്ഷെ നമ്മൾ കഴിഞ്ഞ 1-2 മാസം മുന്നേ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞായിരുന്നു ശരിക്കും ദേവദൂതൻ എന്ന് പറയുന്ന മൂവിക്ക് റിലീസ് ചെയ്യാൻ പറ്റിയ സംഭവമാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ റൈറ്റ് നൗ ഇസ് എ പെർഫെക്റ്റ് ടൈം ഫോർ ഇറ്റ്. ആൻഡ് ലാലേട്ടന്റെ മൂവീസ് ഒക്കെ ഇപ്പൊ ലാലേട്ടൻ എന്താ പറയാ പുതിയ വരുന്ന മൂവീസ് ഒന്നും അത്ര ഹിറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിലും അദ്ദേഹം പഴയ ചെയ്തു വെച്ചിരിക്കുന്ന മൂവീസ് തന്നെ റിലീസ് ചെയ്താൽ മതി, അത് ഹിറ്റ് ആയിരിക്കും. കാരണം എനിക്ക് തോന്നുന്നു, കാരണം എന്താ പറയാ, അദ്ദേഹം ഓൾറെഡി പണ്ട് കുറെ ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല നല്ല സിനിമകൾ. അതിന്റെ മേലെ ഇപ്പൊ കിട്ടാത്തോണ്ടാണ് എല്ലാരും ഡിസാറ്റിസ്ഫാക്ഷൻ വരുന്നത്. നമ്മൾ ഓൾഡ് ലാലേട്ടനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ ലാലേട്ടന്റെ വേറൊരു വേർഷൻ ആണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ വി ആർ സ്റ്റാർട്ടിങ് ടു ലൈക്ക് ദാറ്റ്. അതാണ് മെയിനായിട്ട്. നമ്മൾ പണ്ടത്തെ ഒരു ലാലേട്ടന് ഇഷ്ടമുണ്ടല്ലോ, അത് ഇപ്പോഴത്തെ ലാലേട്ടൻ നമ്മൾ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുകയാണ്. ഐ ഫീൽ ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദാറ്റ് കുറെ അധികം സംഭവങ്ങൾ ഓൺ ദ ട്രാക്കിൽ വരാതെ നമുക്ക് അത് ഇഷ്ടപ്പെടാൻ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ അതിന്റെ നമ്മൾ കുറെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ. അതാണ് സംഭവം. ബിക്കോസ് ഓൾഡ് ലാലേട്ടൻ പ്രത്യേകിച്ച് റൈറ്റ് നൗ വി ആർ റിയാക്ടിങ് ജനതാ ഗാരേജ് മൂവി ആൻഡ് എസ്പെഷ്യലി ആഫ്റ്റർ ദാറ്റ് മൂവി സംതിങ് ലൈക്ക് ദാറ്റ് ഓൺലി ഒടിയന് മുന്നേ, അതായത് ഒടിയന് മുന്നെയാണ് ജനതാ ഗാരേജ്, പുലിമുരുകനും എല്ലാം ഒടിയന് മുന്നേ.
അതിനകത്ത് നമ്മൾ ലാലേട്ടനെ കാണുന്ന ഒരു നമ്മൾ പറയില്ലേ ആ ഒരു കൊമ്പന്റെ ഒരു അഴക് എന്നൊക്കെ പറയില്ലേ അതൊരു ഫീല് ശരിക്കും നമുക്ക് കിട്ടുന്നുണ്ട് ലാലേട്ടനെ കാണുന്ന സമയത്ത്. ബിക്കോസ് റിയാക്ടിങ് ടു ജനതാ ഗാരേജ് കാണുന്നില്ലെങ്കിൽ കാണുന്നില്ല ഇവിടെ കണ്ടില്ലെങ്കിൽ കാണാം. കടലേയും കാണാം. നമ്മൾ ചിയേഴ്സ് വിത്ത് ചങ്സ് എന്ന് പറയുന്ന ചാനലാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് വൈ പീപ്പിൾ ആർ ടോക്കിംഗ് അബൌട്ട് ലാലേട്ടൻസ് ലുക്ക്. അപ്പൊ അതിനെ കുറെ അധികം കളിയാക്കുന്നവരുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏജ് ആയി എന്നുള്ളതും ആ ഒരു മൂവിയിൽ കാണുന്നുണ്ട് ചില അതിനകത്തൊക്കെ. കാരണം ഇവിടെയൊക്കെ ഐ ബാഗ്സ് ഒക്കെ കുറച്ച് ഇങ്ങനെ വന്നിട്ട് മൈ ബി ഹി വോണ്ടഡ് ടു ട്രാൻസ്ഫോം അവർ കുറച്ചൊരു യൂത്തിലോട്ട് വരാനായിരിക്കാം അദ്ദേഹം അത് ചെയ്ത്. പക്ഷെ സ്റ്റിൽ ഇപ്പോഴത്തെ ലാലേട്ടൻ എന്ന് വെച്ചാൽ കുറെ കാര്യങ്ങൾ നമ്മൾ മിസ്സിംഗ് ആണെങ്കിലും വി ആർ ഗെറ്റിംഗ് സംതിങ് എക്സ്ട്രാ. ഇപ്പോഴത്തെ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ലുക്ക് ഉണ്ട്, നല്ല ലുക്കാണ്. അതായത് ബ്രോഡാഡിയിലേക്ക് കണ്ടില്ല എന്ത് ലുക്കാണ് കാണാനായിട്ട്. ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര ആ ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഭയങ്കര ലുക്കിൽ വെച്ചിട്ടുണ്ട്. അതാണ്. പക്ഷെ പഴയ ലാലേട്ടൻ ഈസ് ഓൾവേസ് പഴയ ലാലേട്ടൻ. പുതിയ ലാലേട്ടൻ എന്ന് വെച്ചാൽ കുറച്ചുകൂടി ചെറുപ്പായി. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു പടത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ് അഗൈൻ. കാരണം ഞാൻ എന്തായാലും കാണാൻ ശ്രമിക്കും. കാരണം എന്താ പറയാ എനിക്ക് കാണുന്നുണ്ട്. കാരണം എന്താ പറയാ തിയേറ്റർ കണ്ടില്ല, പണ്ട് തിയേറ്റർ കാണാത്തതിന്റെ ഒരു സംഭവം ഉണ്ട്. അത് നല്ല പേടിയുണ്ടാവില്ല, കാണോ തിയേറ്ററിൽ? എനിക്ക് കാണുന്നതിന് പ്രശ്നമില്ല. പക്ഷെ ഓൾവേസ് ഐ ഗെറ്റ് ദാറ്റ് ഫീൽ ഇറ്റ് വിൽ ബി ടേക്കിംഗ് ടൈം ഫോർ മീ ടു ഗെറ്റ് ഇറ്റ് ഓവർ. അപ്പൊ അതുകൊണ്ടൊരു സംഭവമാണ്. അപ്പൊ അത് ഞാൻ മൈൻഡിനൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണേണ്ടി വരും. കാരണം അല്ലെങ്കിൽ അത് ഇങ്ങനെ മനസ്സിൽ ഭയങ്കര കേറും സാധനം. ഈവൻ 10 പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫീൽ എന്ന് പറയുന്ന ഒരു ഡിഫറെന്റ് ആണ്. ഞാൻ ആകെ ഒരു വട്ടം ഈ പടം കണ്ടിട്ടുള്ളൂ. സെക്കൻഡ് ഡേ അത് ഡേ ടു വാച്ച് ദിസ് മൂവി. കാരണം എനിക്ക് ആ ഫീൽ എടുക്കാനായിട്ട് ഒരു ചെറിയൊരു ഇത് പേടിയല്ല, ഒരു ഡിഫറെന്റ് ഒരു സംഭവം. പക്ഷെ ഇന്നത്തെ പാട്ടുകളും സീൻ ബൈ സീൻ ഒക്കെ എടുത്ത് കാണാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ എന്തായാലും വീഡിയോ